ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥയുടെ പേര് ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ എങ്ങനെ ഇതിന് ഇംഗ്ലീഷിൽ പറയണേ? ഇത് ടൈറ്റിലാണ്. ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നു. ഒരു പുതിയ, എ ന്യൂ. പുതിയ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ. ജേണി, യാത്ര. ആരംഭിക്കുന്നു, ബിഗിൻസ്. ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നു. എ ന്യൂ ജേണി ബിഗിൻസ്. ഇതാണ് കഥയുടെ പേര്, സ്റ്റോറിയുടെ പേരാണിത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ? നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് പഠിക്കാം. ടോട്ടൽ ഇത് കുറച്ച് പോയിൻറ്റ്സ് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ മാസം +2 പൂർത്തിയാക്കി. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ ഇവിടെ? ഐ. കഴിഞ്ഞ മാസം. അപ്പോൾ കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ലാസ്റ്റ് മന്ത്. പൂർത്തിയാക്കി. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പൂർത്തിയാക്കി എന്ന് വെച്ചാൽ എന്താ? പൂർത്തിയാക്കുക, ഫിനിഷ്. അപ്പം പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ കഴിഞ്ഞ മാസം +2 പൂർത്തിയാക്കി. പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ഫിനിഷ്. പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഫിനിഷ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ED ചേർക്കും. ഐ ഫിനിഷ്ഡ് മൈ 12th സ്റ്റാൻഡേർഡ്. എപ്പോഴാണ് പൂർത്തിയാക്കിയത്? കഴിഞ്ഞ മാസം. അപ്പോൾ കഴിഞ്ഞ മാസത്തിന് നമ്മൾ പറയുന്നത് ലാസ്റ്റ് മന്ത്. അപ്പോൾ എന്താ? ഞാൻ കഴിഞ്ഞ മാസം +2 പൂർത്തിയാക്കി. ഐ ഫിനിഷ്ഡ് മൈ 12th സ്റ്റാൻഡേർഡ് ലാസ്റ്റ് മന്ത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് എന്താ? ഇപ്പോൾ ഞാൻ ഉയർന്ന പഠനത്തിനായി ഡൽഹിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പറയാമെന്ന് നോക്കാം. ഇത് ഇപ്പം നടക്കുന്ന കാര്യമാണ്. ഇത് പാസ്റ്റ് ടെൻസ് അല്ല, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. ഞാൻ എന്ന് വെച്ചാൽ ഐ ആം. ഉയർന്ന പഠനത്തിനായി. അപ്പോൾ എങ്ങനെ? ഉയർന്ന പഠനം എന്ന് വെച്ചാൽ ഹയർ സ്റ്റഡീസ്. ഉയർന്ന പഠനം എന്ന് വെച്ചാൽ ഹയർ സ്റ്റഡീസ്. എങ്ങോട്ടാണ് പോകുന്നത്? ഡൽഹിയിലേക്ക്. പോകാൻ തയ്യാറെടുക്കുകയാണ്. തയ്യാറെടുക്കുക എന്ന് വെച്ചാൽ പ്രിപ്പയർ. അപ്പം തയ്യാറെടുക്കുകയാണ്, പ്രിപ്പയറിങ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ നൗ ഐ ആം പ്രിപ്പയറിങ്. തയ്യാറെടുക്കുകയാണ്, പ്രിപ്പയർ. തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രിപ്പയറിംഗ് എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് പ്രിപ്പയറിംഗ് എഴുതിയത്. നൗ ഐ ആം പ്രിപ്പയറിംഗ് ടു ഗോ ടു ഡൽഹി. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ മൈ ഹയർ സ്റ്റഡീസ്. ഉയർന്ന പഠനത്തിനായിട്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഹയർ സ്റ്റഡീസ്, ഉയർന്ന പഠനത്തിനായിട്ട് പോവുകയാണ്. അപ്പം സെക്കൻഡ് പോയിൻ്റ് എന്താ? ഇപ്പോൾ ഞാൻ ഉയർന്ന പഠനത്തിനായി ഡൽഹിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. നൗ ഐ ആം പ്രിപ്പയറിംഗ് ടു ഗോ ടു ഡൽഹി ഫോർ മൈ ഹയർ സ്റ്റഡീസ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിൻ്റ്. അപ്പം ഇത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ്. അപ്പം നമുക്ക് തേർഡ് പോയിൻ്റ് പഠിക്കാം. തേർഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ, എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ എൻ്റെന്ന് വെച്ചാൽ എന്താ? മൈ. മാതാപിതാക്കൾ, പാരൻസ്. അഭിമാനിക്കുന്നു, പ്രൗഡ്. അപ്പോൾ ഇത് ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മൈ പാരൻസ്. പാരൻസ് എന്ന് വെച്ചാൽ എന്താ? മാതാപിതാക്കൾ. My parents are proud of me. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയത്. മൈ പാരൻസ് ആർ പ്രൗഡ് ഓഫ് മീ. എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിൻ്റ് ഈ കഥയുടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. അപ്പോൾ ഫോർത്ത് പോയിൻ്റ് എന്താ? ഇന്നലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും പാക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം.
അപ്പോൾ ഇന്നലെ എന്ന് വെച്ചാൽ എന്താ? യെസ്റ്റർഡേ. ഞാൻ ഐ. എൻ്റെ വസ്ത്രങ്ങൾ. എൻ്റെ എന്ന് വെച്ചാൽ മൈ. വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലോത്ത്സ്. പുസ്തകങ്ങൾ ബുക്സ്. പാക്ക് ചെയ്തു. പാക്ക് ചെയ്തു. പാക്കിന് ഇംഗ്ലീഷിലും പാക്ക് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ എന്ന് വെച്ചാൽ യെസ്റ്റർഡേ. യെസ്റ്റർഡേ ഐ എന്താ ചെയ്തത്? പാക്ക്. അപ്പം ഇത് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മളിവിടെ പാക്കിൻ്റെ കൂടെ ഇ ഡി ചേർക്കും. അപ്പം ഐ പാക്ക്. കാര്യം ഇന്നലെ കഴിഞ്ഞു പോയ സംഭവമായതുകൊണ്ട് ഐ പാക്ക് മൈ ക്ലോത്ത്സ്. ഐ പാക്ക് മൈ ക്ലോത്ത്സ്. തുണികളും പിന്നെന്താ? ബുക്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇന്നലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും പാക്ക് ചെയ്തു. യെസ്റ്റർഡേ ഐ പാക്ക് മൈ ക്ലോത്ത്സ് ആൻഡ് ബുക്സ്. അപ്പോൾ ഇതാണ് 4th പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ്? ഇത് ഇന്നലത്തെ സംഭവം ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പാക്കിൻ്റെ കൂടെ ഇ ചേർത്തു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആയി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നമുക്ക് 5th പോയിന്റ് പഠിക്കാം. ഇന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇന്ന്. ഇന്നെന്ന് വെച്ചാൽ എന്താ? ടുഡേ. ഞങ്ങൾ വി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ്. അപ്പം ആർ ഗോയിങ് ടു റെയിൽവേ സ്റ്റേഷൻ. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇന്നെന്ന് വെച്ചാൽ എന്താ? ടുഡേ. ഞങ്ങൾ വി ഞങ്ങൾ പോവുകയാണ്. ഇപ്പം നടക്കുന്ന കാര്യം. അപ്പോൾ വി ആർ ഗോയിങ്. വി ആർ ഗോയിങ് എങ്ങോട്ടാണ്? ടു ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഇന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇത് ഇന്നത്തെ സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്താ ചേർത്തത്? ഇവിടെ നമ്മൾ ചേർത്തത് ആർ ചേർത്തു, ഗോയിങ് ചേർത്തു. അപ്പം ഇത് നേരത്തെ നമ്മൾ 4th പോയിന്റിൽ പാസ്റ്റ് ടെൻസ് ആയിരുന്നു പഠിച്ചത്. 5th പോയിന്റ് ആയപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എഴുതണം. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പം നമുക്ക് 6th പോയിന്റ് പഠിക്കാം. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. വെച്ചാൽ ഒരു പതിവായി നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നടക്കുന്ന കാര്യം, ഒരു സാധാരണ കാര്യം. അത് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. അപ്പം എത്തുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? അറൈവ്. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ട്രെയിൻ. ദ ട്രെയിൻ. ദ ട്രെയിൻ. എത്തുക, എത്തുന്നു. The train arrives. The train arrives. The train arrives എവിടെ എത്തുന്നത്? On the platform. The train arrives on the platform. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. ഇതാണ് 6th പോയിന്റ്. ഒരു ചെറിയ സെൻറ്റൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 7th പോയിന്റ് നമുക്ക് പഠിക്കാം. ഞാൻ അമ്മയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അമ്മയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പം ഇതൊരു നടന്ന സംഭവമാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ പാസ്റ്റ് ടെൻസിലാക്കി നമുക്കിത് എഴുതാം. ഞാൻ അമ്മയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പം കഴിഞ്ഞു പോയ കാര്യമാണ് അവിടെ പറയണത്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. അമ്മ, മദർ. മുറുകെ, ടൈറ്റ്, ടൈറ്റ്ലി, കെട്ടിപ്പിടിക്കുക. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹഗ്. അപ്പം ഞാൻ അമ്മയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ഐ ഹഗ്. ഹഗ് എന്ന് വെച്ചാൽ എന്താ?
കെട്ടിപ്പിടിക്കുക. അപ്പോൾ ഹഗ്ഗിൻ്റെ കൂടെ നമ്മൾ ED ചേർക്കും. ഹഗ്ഡ്, ഹഗ്. മനസ്സിലായി കാണല്ലോ. ഇത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ED ചേർത്തത്. ഐ ഹഗ്ഡ് ആരെയാ? മൈ മദർ. ഐ ഹഗ്ഡ് മൈ മദർ ടൈറ്റ്ലി, മുറുകെ. അപ്പോൾ ഞാൻ അമ്മയെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഐ ഹഗ്ഡ് മൈ മദർ ടൈറ്റ്ലി. അപ്പം ഇത് ഒരു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ അവിടെ ഹഗ്ഗിൻ്റെ കൂടെ ED യൂസ് ചെയ്തത്. പിന്നെ അപ്പം ഇതൊരു പാസ്റ്റ് ഫോമിൽ നമുക്ക് എഴുതണം. അപ്പം കഴിഞ്ഞു പോയ കാര്യം നമ്മൾ നേരത്തെ പഠിച്ച സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലായിരുന്നു നേരത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇത് ഓരോ സെൻറ്റൻസിൽ ഓരോ ടെൻസ് വെച്ചിട്ടാണ് ഇത് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതാം. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇപ്പോൾ 8 പോയിന്റ് എന്താ? ഇപ്പോൾ ട്രെയിൻ പതിയെ നീങ്ങുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം? ഇതെന്താ? ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് വെച്ചാൽ എന്താ? ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. പതിയെ, സ്ലോലി. നീങ്ങുക എന്ന് വെച്ചാൽ എന്താ? മൂവ്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ ട്രെയിൻ പതിയെ നീങ്ങുകയാണ്. Now the train is moving. ഇത് ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നല്ലോ. Now the train is moving. പതിയെ, പതിയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്ലോലി. അപ്പം ഇപ്പോൾ ട്രെയിൻ പതിയെ നീങ്ങുകയാണ്. നൗ ദ ട്രെയിൻ ഈസ് മൂവിങ് സ്ലോലി. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നമുക്ക് 9th പോയിന്റ് പഠിക്കാം. എനിക്ക് സന്തോഷവും ദുഃഖവും ഒരുമിച്ച് തോന്നുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അവൾക്ക് ട്രെയിനിൽ കയറിയപ്പം ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ്, ഒരു സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ അതിനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എന്താ? ഐ. സന്തോഷം, ഹാപ്പിനെസ്. ദുഃഖം എന്ന് പറഞ്ഞാൽ സാഡ്. ഒരുമിച്ച് തോന്നുക. അപ്പോൾ ഒരുമിച്ച്, ബോത്ത്. തോന്നുക എന്ന് വെച്ചാൽ എന്താ? ഫീൽ. നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എനിക്ക് ഐ ഫീൽ. തോന്നുന്നു, തോന്നുക, ഫീൽ. ഐ ഫീൽ ബോത്ത്. ബോത്ത് എന്ന് വെച്ചാൽ എന്താ? ഒരുമിച്ച്. ഐ ഫീൽ ബോത്ത്. എന്തൊക്കെയാണ് തോന്നണേ? ഹാപ്പി, സന്തോഷം. ഐ ഫീൽ ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതാണ് 9th പോയിന്റ്. എനിക്ക് സന്തോഷവും ദുഃഖവും ഒരുമിച്ച് തോന്നുന്നു. ഐ ഫീൽ ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. അപ്പോൾ അവൾക്ക് ട്രെയിനിൽ കയറിയപ്പം പെട്ടെന്ന് തോന്നിയ ഒരു പ്രവൃത്തി, സാധാരണയായ ഒരു പ്രവൃത്തി, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതാണ് 9th പോയിന്റ്. നമുക്കിനി 10th പോയിന്റ് നോക്കാം. അപ്പോൾ 10th പോയിന്റ് എന്താ? ഞാൻ കഠിനമായി പഠിക്കും. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അവൾ ഇങ്ങനെ ഓർത്തിട്ട് പറയാണ്, ഞാൻ കഠിനമായി പഠിക്കും, ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് എഴുതണ്ടേന്ന് നോക്കാം. ഞാൻ ഐ കഠിനമായി. കഠിനമായി എന്ന് വെച്ചാൽ എന്താ? ഹാർഡ്. പഠിക്കും, സ്റ്റഡി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ. അപ്പോൾ ഇത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ഐ കഴിഞ്ഞിട്ട് വിൽ യൂസ് ചെയ്യണം. ഐ വിൽ പഠിക്കുക, സ്റ്റഡി. ഐ വിൽ സ്റ്റഡി. കഠിനമായി. ഐ വിൽ സ്റ്റഡി ഹാർഡ്. അപ്പോൾ 10th പോയിൻ്റാണ്. ഞാൻ കഠിനമായി പഠിക്കും. ഐ വിൽ സ്റ്റഡി ഹാർഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 11th പോയിന്റ് എന്താ? ഞാൻ വൈകുന്നേരം ഡൽഹിയിൽ എത്തി. അപ്പോൾ ഇത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ ഐ, വൈകുന്നേരം ഈവനിങ്. എവിടെ എത്തി? ഡൽഹിയിൽ. അപ്പോൾ എത്തി എന്ന് പറഞ്ഞാൽ എന്താ? റീച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഞാൻ ഐ
എത്തുക, റീച്ച്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ റീച്ചിൻ്റെ കൂടെ ഇ ഡി യൂസ് ചെയ്യുന്നു. റീച്ച്, ഐ റീച്ച് ഡൽഹി. എപ്പോഴാ? ഐ റീച്ച് ഡൽഹി ഇൻ ദ ഈവനിങ്, വൈകുന്നേരം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് പറയാം? ഞാൻ വൈകുന്നേരം ഡൽഹിയിലെത്തി. ഐ റീച്ച് ഡൽഹി ഇൻ ദ ഈവനിങ്. അപ്പം നമ്മളിവിടെ റീച്ചിൻ്റെ കൂടെ ഇ ഡി യൂസ് ചെയ്തു, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് 12ാമത്തെ പോയിന്റ് നോക്കാം. അപ്പോൾ 12th പോയിന്റ് പഠിക്കാം. ഇപ്പോൾ ഞാൻ ഹോസ്റ്റൽ മുറിയിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്, ഇപ്പോൾ നടക്കുന്നതായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ, ഞാൻ, ഐ, ഹോസ്റ്റൽ മുറിയിൽ. അപ്പോൾ മുറി എന്ന് വെച്ചാൽ റൂം, താമസിക്കുക, സ്റ്റേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ നൗ ഐ ആം സ്റ്റേയിങ്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഇവിടെ എന്താ വന്നത്? ഐ എൻ ജി ഫോമിൻ്റെ കൂടെ ഐയുടെ കൂടെ ആം പ്ലസ് ഐ എൻ ജി ഫോമാണ് വന്നത്. നൗ ഐ ആം സ്റ്റേയിങ്. എവിടെയാണ് താമസിക്കുന്നത്? നൗ ഐ ആം സ്റ്റേയിങ് ഇൻ എ ഹോസ്റ്റൽ റൂം. അപ്പം എന്താ 12th പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഹോസ്റ്റൽ മുറിയിൽ താമസിക്കുകയാണ്. നൗ ഐ ആം സ്റ്റേയിങ് ഇൻ എ ഹോസ്റ്റൽ റൂം. ഇതാണ് 12th പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 13th പോയിന്റ് എന്താ? നഗരം വളരെ വലുതും തിരക്കേറിയതുമാണ്. ഈ നഗരം എന്ന് പറയുന്നത് ഡൽഹിയെക്കുറിച്ചാണ് നമ്മൾ പറയണത്. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് നമ്മൾ പറയണത്. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ എഴുതാമെന്ന് നോക്കാം. നഗരം എന്ന് വെച്ചാൽ എന്താ? സിറ്റി. വളരെ എന്ന് വെച്ചാൽ വെരി. വലുത്, ബിഗ്. തിരക്കേറിയത് എന്ന് വെച്ചാൽ ബിസി. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം ഇത്? നഗരം വളരെ വലുതും തിരക്കേറിയതുമാണ്. നഗരം, ദ സിറ്റി ഈസ് വെരി എന്ന് വെച്ചാൽ എന്താ? വളരെ. വെരി ബിഗ്, വലുത്. ദ സിറ്റി ഈസ് വെരി ബിഗ് ആൻഡ് പിന്നെന്താ? തിരക്കേറിയെന്ന് വെച്ചാൽ എന്താ? ബിസി. ദ സിറ്റി ഈസ് വെരി ബിഗ് ആൻഡ് ബിസി. നഗരം വളരെ വലുതും തിരക്കേറിയതുമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ മാറ്റം എന്താ വരുത്തിയേക്കണേ? ഇതെന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പറയുമ്പം ഇതൊരു പതിവായ ഒരു സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ് പറയണത്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കഴിഞ്ഞ സെൻറ്റൻസുകൾ പഠിച്ചില്ലേ? ആം പ്ലസ് ഐ എൻ ജി ചേർക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഈസാണ് ചേർത്തേക്കുന്നത്. കാര്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ദ സിറ്റി ഈസ് വെരി ബിഗ് ആൻഡ് ബിസി. ഇതാണ് 13th പോയിന്റ്. നമുക്ക് 14th പോയിന്റ് നോക്കാം. അപ്പോൾ 14th പോയിന്റ് എന്താ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ വീടിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്, ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ ഐ, ഒറ്റയ്ക്കിരിക്കുക, എലോൺ. എൻ്റെ, മൈ, വീടിനെ കുറിച്ച്. വീടെന്ന് വെച്ചാൽ നമുക്ക് ഹൗസ് എന്ന് പറയാം, വീടിനെ ഹോം എന്ന് പറയാം. ആലോചിക്കുകയാണ്, ആലോചന, തിങ്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ വീടിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഐ ആം, ഇരിക്കുക. ഐ ആം സിറ്റിംഗ്. ഒറ്റയ്ക്കിരുന്ന് ഐ ആം സിറ്റിംഗ്. എലോൺ, സിറ്റിംഗ് ഇരിക്കുക. എലോൺ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്. ഐ ആം സിറ്റിംഗ് എലോൺ ആൻഡ് ആലോചിക്കുക. അപ്പോൾ തിങ്കിങ്. ഐ ആം സിറ്റിംഗ് എലോൺ ആൻഡ് തിങ്കിങ്. എന്തിനെ പറ്റിയാ? എബൌട്ട് മൈ
ഹോം, വീടിനെ കുറിച്ചിട്ട്, അവളുടെ വീടിനെക്കുറിച്ച് അവൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ വീടിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഐ ആം സിറ്റിംഗ് എലോൺ ആൻഡ് തിങ്കിങ് അബൌട്ട് മൈ ഹോം. അപ്പോൾ ഇതാണ് 14th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 15th പോയിന്റ് എന്താ? എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എനിക്ക് ഐ, എൻ്റെ മൈ, അമ്മ മദർ. ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ മിസ് ചെയ്യുക, നമ്മൾ അങ്ങനെ എഴുതില്ലേ. അപ്പോൾ ഓർമ്മയ്ക്ക് നമ്മൾ ഓർക്കുക, തിങ്ക് എന്നും പറയും. പക്ഷെ ഇത് എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും സാധാരണ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. ഐ മിസ് മൈ മദർ. എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു. ഐ മിസ് മൈ മദർ. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണിത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 16th പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? 16th പോയിന്റ്, കഴിഞ്ഞ രാത്രി ഞാൻ നിശബ്ദമായി കരഞ്ഞു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലെ നടന്ന കാര്യമാണ്, ഇന്നലെ രാത്രി നടന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് നൈറ്റ്. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ, നിശബ്ദമായി, സൈലൻറ്റ്. കരഞ്ഞു എന്ന് വെച്ചാൽ എന്താ? ക്രൈ. അപ്പോൾ കഴിഞ്ഞ രാത്രിക്ക് നമുക്ക് ലാസ്റ്റ് നൈറ്റ് എന്നും പറയാം, യെസ്റ്റർഡേ എന്നും പറയാം, യെസ്റ്റർഡേ നൈറ്റ് എന്നും പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലാസ്റ്റ് നൈറ്റ് എന്താ ചെയ്തേ? ക്രൈ. ഐ ക്രൈ, കരഞ്ഞു, ക്രൈ. ക്രൈയുടെ പാസ്റ്റ് ഫോം എന്താ? ക്രൈഡ്. അപ്പോൾ നമ്മൾ ക്രൈയുടെ കൂടെ ഇ ഡി ചേർക്കണം നമുക്ക്. ക്രൈഡ്, ഐ ക്രൈ. നിശബ്ദമായി, സൈലൻ്റ്ലി. ലാസ്റ്റ് നൈറ്റ് ഐ ക്രൈഡ് സൈലൻ്റ്ലി. കഴിഞ്ഞ രാത്രി ഞാൻ നിശബ്ദമായി കരഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് 17th പോയിന്റ് എന്താ? പക്ഷേ ഇപ്പോൾ ഞാൻ ശക്തയാകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? പക്ഷേ എന്ന് വെച്ചാൽ എന്താ? ബട്ട്. ഇപ്പോൾ നൗ, ഞാൻ ഐ. ശക്ത എന്ന് വെച്ചാൽ സ്ട്രോങ്. ശ്രമിക്കുകയാണ്, ട്രൈ. ശ്രമിക്കുക, ട്രൈ. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? പക്ഷേ എന്ന് വെച്ചാൽ ബട്ട് അല്ലേ? ബട്ട് ഐ ആം. ശ്രമിക്കുക, ട്രൈ. അപ്പം നമ്മളിവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ആം പ്ലസ് ഐ എൻ ജി കണ്ടോ? ബട്ട് ഐ ആം ട്രൈയിങ്. ഇവിടെ ആം, ഇവിടെ ഐ എൻ ജി ഫോം വന്നു. ബട്ട് ഐ ആം ട്രൈയിങ് ടു ബി. എന്തിനാ? ശക്തിയാകാനാണ് ട്രൈ ചെയ്യണേ. സ്ട്രോങ്, ശക്തിയാകാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ശക്തിയാവുക എന്ന് പറഞ്ഞാൽ സ്ട്രോങ്. നൗ, ഇപ്പോൾ ഇവിടെ എഴുതി. ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. ബട്ട് ഐ ആം ട്രൈയിങ് ടു ബി സ്ട്രോങ് നൗ. പക്ഷേ ഇപ്പോൾ ഞാൻ ശക്തിയാകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതാണ് 17th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 18th പോയിന്റ് എന്താ? ഞാൻ എൻ്റെ കോളേജിൽ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കും. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. ഉണ്ടാക്കും, ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതണ്ടേ? ഞാൻ എന്ന് വെച്ചാൽ ഐ, എൻ്റെ എന്ന് പറഞ്ഞാൽ മൈ, പുതിയത് ന്യൂ, സുഹൃത്തുക്കൾ ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. ഐ ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ വിൽ ചേർത്തു. ഐ വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. പുതിയ സുഹൃത്തുക്കൾ, ന്യൂ ഫ്രണ്ട്സ്. ക്ലിയർ ആവണില്ലെന്ന് തോന്നുന്നല്ലോ. ഐ വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഇൻ മൈ കോളേജ്. അപ്പോൾ ഇതാണ് 18th പോയിന്റ്. ഞാൻ എൻ്റെ കോളേജിൽ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കും. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട്
ഇവിടെ നമ്മൾ വില്ല് ചേർത്ത് എഴുതി. ഐ വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഇൻ മൈ കോളേജ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നമ്മുടെ കഥ അവസാനിക്കാറായിട്ടോ. അപ്പം 19th പോയിന്റ് എന്താ? ഒരു ദിവസം ഞാൻ എൻ്റെ മാതാപിതാക്കളെ അഭിമാനിപ്പിക്കും. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം എന്താ? അഭിമാനിപ്പിക്കും, ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ദിവസം, വൺ ഡേ. ഞാൻ എന്ന് വെച്ചാൽ ഐ, എൻ്റെ മാതാപിതാക്കൾ, മൈ പാരൻസ്. അപ്പോൾ അഭിമാനിപ്പിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? അഭിമാനിക്കുക, പ്രൗഡ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. I will make my parents proud one day. എന്താ? ഒരു ദിവസം ഞാൻ എൻ്റെ മാതാപിതാക്കളെ അഭിമാനിപ്പിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വില്ല് യൂസ് ചെയ്തു. ഐ വിൽ മേക്ക് മൈ പാരൻസ് പ്രൗഡ് വൺ ഡേ. ഐ വിൽ മേക്ക് മൈ പാരൻസ് പ്രൗഡ് വൺ ഡേ. അപ്പം നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ? ലാസ്റ്റ് പോയിൻ്റാണ്, നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ സന്തുഷ്ടയാണ്. ഇപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇപ്പം ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം എങ്ങനെ നമ്മൾ പറയാം? ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. ഞാൻ ഡൽഹിയിൽ സന്തുഷ്ടയാണ്. ഞാൻ എന്ന് വെച്ചാൽ ഐ. സന്തുഷ്ട, ഹാപ്പി. സന്തോഷിക്കുക, സന്തോഷം, ഹാപ്പി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാം? ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ സന്തുഷ്ടയാണ്. നൗ ഐ ആം ഹാപ്പി. എവിടെയാ? ഇൻ ഡൽഹി. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ കഴിഞ്ഞു. ടോട്ടൽ 20 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയിൻ്റ് വൈസ് എഴുതുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ സെൻറ്റൻസ് വൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പോയിൻ്റ് വൈസ് എഴുതുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.